പറയാം, കേൾക്കാം, ആസ്വദിക്കാം. ദിസ് ഇസ് മീ ബെന്യാമിൻ ആൻഡ് അയാൾ അങ്ങനെ ഒരാളാ. ചിലപ്പോ കാണും, ചിലപ്പോ കാണില്ല. ചില നേരത്ത് അങ്ങനെ ഒരാളുണ്ടോ എന്ന് പോലും എനിക്ക് സംശയമാണ്. സോ ഇന്ന് നമ്മുടെ ടോപ്പിക് എന്ന് പറയുമ്പോഴത്തേനും ജീവിതത്തിലെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളാണ്. അപ്പോൾ എല്ലാവർക്കും ടയർഡായിരിക്കുള്ളൂ വീട്ടിൽ ചെല്ലുന്നത്. അപ്പോൾ വീട്ടിൽ നമുക്ക് വേണ്ടി കാത്തൊരു ഫ്രഷ് ബെഡ്ഷീറ്റ്, അലക്കിയ ബെഡ്ഷീറ്റ് പോലുള്ള കട്ടില്, അതിൻ്റെ മണ്ണിൽ കിടക്കുമ്പോഴേ നമ്മൾ നേരെ സ്വർഗത്തിലേക്ക് പോകുന്ന ഫീലായിരിക്കും അല്ലേ. ആ ലക്ഷറി പിന്നെ ഒരിക്കലും കിട്ടൂല. അതൊക്കെയാണ് ലക്ഷറി എന്ന് പറയുന്നത്. ഇതിപ്പോ ഈ ബെഡ്ഷീറ്റിന്റെ കാര്യം പറഞ്ഞപ്പോ തന്നെ ഇവിടെ ഉള്ളവര് എന്താ പറയാ, ആ ഒരു സന്തോഷം അവരുടെ മനസ്സിൽ ഇപ്പൊ തന്നെ അവര് പുറത്ത് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെയുള്ള വേറൊരു സന്തോഷമാണ് പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ ഡ്രസ്സ് മേടിക്കുക, അല്ലെങ്കിൽ പുതിയൊരു സാധനങ്ങൾ മേടിക്കുക, പുതിയൊരു ലിപ്സ്റ്റിക്ക് മേടിക്കുക. അതെന്നൊക്കെ പറയുന്നത് പെൺപിള്ളേർക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഈ ഒരു പുതിയ ഡ്രസ്സൊക്കെ മേടിച്ചിട്ട് അവർ കുറേയും, എനിക്ക് തോന്നുന്നു കുറേയും ആഗ്രഹിക്കുന്ന കാര്യങ്ങളും അത് തന്നെയായിരിക്കും. പുതിയ ഡ്രസ്സ് കിട്ടുക, പുതിയ ലിപ്സ്റ്റിക്ക് കിട്ടുക, എന്തെങ്കിലും മേക്കപ്പ് ഐറ്റംസ് കിട്ടുക, അല്ലെങ്കിൽ എന്താ പറയാ കമ്മല് കിട്ടുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒത്തിരി ആഗ്രഹിക്കുന്ന കാര്യങ്ങളുമായിരിക്കും. അതോ പറയാൻ കേൾക്കാം, ആസ്വദിക്കാം. സൈൻ ഔട്ട്.